പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 5 മുതൽ 8 വരെയുള്ള ഭാഗത്ത് ഒരു ചരിത്രം കിടപ്പുണ്ട്. ജീവിതത്തിൽ നാം പരാജയപ്പെടുമ്പോൾ, നമ്മുടെ അധ്വാനങ്ങൾ ഫലമില്ലാതെ പോകുമ്പോൾ ദൈവം നമ്മോട് സംസാരിക്കുന്ന മനോഹരമായൊരു ഭാഗമാണ് ഈ ചരിത്ര ഭാഗത്ത് കിടക്കുന്നത്. പത്രോസ് ഒരു പരിചയസമ്പന്നനായ മീൻപിടുത്തക്കാരനായിരുന്നു. രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാതെ നിരാശനായി വല കഴുകുന്ന പത്രോസിനോടാണ് യേശു വീണ്ടും ആഴത്തിലേക്ക് വലയിറക്കാൻ പറയുന്നത്. യുക്തിപരമായി നോക്കിയാൽ പകൽ സമയത്ത് മീൻ കിട്ടാൻ സാധ്യത കുറവാണ്. എങ്കിലും പത്രോസ് പറഞ്ഞു, നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം. നമ്മുടെ ബുദ്ധിക്കും അനുഭവങ്ങൾക്കും അപ്പുറം ദൈവത്തിൻ്റെ വാക്കിന് കീഴ്പ്പെടുമ്പോഴാണ് അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. എൻ്റെ അറിവല്ല, നിന്റെ വാക്കാണ് വലുതെന്ന് പറയാൻ പത്രോസിനെ പോലെ നമുക്കും കഴിയണം. വല നിറയെ മീൻ കിട്ടിയപ്പോൾ പത്രോസ് അത്ഭുതപ്പെട്ടു. എന്നാൽ അവൻ്റെ ശ്രദ്ധ പോയത് അത്ഭുതത്തിലേക്കല്ല, മീനിലേക്കല്ല, മറിച്ച് അത്ഭുതം പ്രവർത്തിച്ചവനിലേക്കാണ്. തൻ്റെ മുമ്പിൽ നിൽക്കുന്നവൻ ആരാണെന്ന ബോധ്യം പത്രോസിന് വന്നപ്പോൾ താൻ പറയുകയാണ്, ഞാൻ പാപിയായ മനുഷ്യൻ. ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ പാപത്തെയും ബലഹീനതയെയും നാം തിരിച്ചറിയും. ഇവിടെ പത്രോസ് പറയുകയാണ്, കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യനാകൊണ്ട് എന്നെ വിട്ട് പോകണമേ. വിശുദ്ധനായ ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കാൻ താൻ യോഗ്യനല്ലെന്ന തിരിച്ചറിവാണ് യഥാർത്ഥ ഭക്തിയുടെ തുടക്കം. പത്രോസ് തന്നെ തള്ളിക്കളഞ്ഞപ്പോൾ യേശുവിനെ ചേർത്ത് പിടിച്ചു. പത്രോസിൻ്റെ പാപത്തെയല്ല, അവൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കാനാണ് യേശു ആഗ്രഹിച്ചത്. നിരാശയുടെ വക്കിൽ നിൽക്കുന്ന നിങ്ങളോടും ദൈവം എന്ന് പറയുന്നത്, ഭയപ്പെടേണ്ട, നീ ഇനി മനുഷ്യരെ പിടിക്കുന്നവനാകും. നമ്മുടെ പരാജയങ്ങൾ ദൈവത്തിന് അത്ഭുതം ചെയ്യാനുള്ള വേദികളാണ്. പത്രോസിനെ പോലെ ദൈവത്തിൻ്റെ വാക്കിനെ വിശ്വസിച്ച് ജീവിതത്തിൽ വലയിറക്കുക. അവിടുത്തെ മഹത്വം ദർശിക്കുമ്പോൾ നമ്മെ വലിയ നിയോഗങ്ങളിലേക്ക് ദൈവം നയിക്കുവാൻ ഇടയായിത്തീരും. അതിനായിട്ടൊരുങ്ങാം, പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.